ഒരു പെണ്ണ് ഇത്രയും പറയുമ്പോഴത്തേക്ക് ഏത് കല്ലും കനിയായി പോകുമെന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോവില്ലേ? കാജൽ കിരൺ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചു, പിന്നെ അഭിനയിച്ചെങ്കിലും മോശം അനുഭവം മലയാള സിനിമയിൽ നിന്നുണ്ടായി എന്നുള്ളത് സത്യമല്ലേ? അത് പല തരത്തിലുള്ള ആൾക്കാരെ പല രീതിയിലല്ലേ. ആ സമയത്ത് സംവിധായകൻ സാജൻ എഴുതി കാണിക്കുമ്പം ഭയങ്കര കൂവലായിരുന്നു കേട്ടോ. അത് നമുക്ക് കൂവെന്ന് വെച്ചാൽ ഭയങ്കര കൂവലായിരുന്നു കേട്ടോ. ഞാൻ തന്നെ അതിശയിച്ചു. ഈ സിനിമയിലേക്ക് കാജൽ കിരണിനെ കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ഇതുവരെ മലയാളികൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു മുഖം. അതെങ്ങനെയാണ് കാജൽ കിരണിലേക്ക് എത്തിയത്? കാജൽ കിരണിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമെന്ന് പറയാം. പൂർണിമ ജയറാമനാണ് അഡ്വാൻസ് കൊടുത്തത്. ഞാൻ അന്ന് നുങ്കമ്പക്കത്ത് ആണ് അവർ താമസിക്കുന്നത്. പൂർണിമ ജയറാമും എല്ലാ ആർട്ടിസ്റ്റുകളും, ലാലു അലക്സ്, മധുസാറ്, പിന്നെ സോമേട്ടൻ, എല്ലാ ആർട്ടിസ്റ്റുമായി പൂർണിമ ജയറാമിന് അഡ്വാൻസും കൊടുത്തു. ഷൂട്ടിങ്ങിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് പൂർണിമ ജയറാം പ്രൊഡക്ഷൻ കൺട്രോളർ വെച്ച് പറയാണ്, ഷൺമുഖണ്ണ ഒന്ന് വരണം, എനിക്ക് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, സാർ ഞാൻ ചെയ്ത പടങ്ങളെ എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അഡ്വാൻസ് വെച്ചാൽ തിരിച്ചു കൊടുക്കുകയാണ്. അതെന്താ? എൻ്റെ ലൈഫാണ് സാർ എന്ന് പറഞ്ഞു. എന്ത്? അപ്പോൾ ഭാഗ്യരാജുമായിട്ടുള്ള ഒരു എൻഗേജ് കല്യാണം നടക്കാൻ പോവുകയാണ്. ഭാഗ്യരാജിൻ്റെ ഓരോ ഇതാണ്, നേരത്തെ അഭിനയിച്ച പടങ്ങൾ മാത്രം തീർത്താൽ മതി, പുതിയ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ പെട്ടുപോയില്ലേ. 2 ആഴ്ചയോടെ ഷൂട്ടിങ്ങുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? മമ്മൂട്ടി, പിന്നെ മധുസാറ്, സോമേട്ടൻ, എത്ര ആർട്ടിസ്റ്റിന് ഡേറ്റൊക്കെ ഒപ്പിച്ചിട്ട് ഒരു നടി മാറിപ്പോയി കഴിഞ്ഞാൽ മാത്രമേ എത്തുന്നോ ആനന്ദക്കുട്ടൻ ക്യാമറാമാൻ. ഞാൻ പിന്നെ പുതിയ ആളായതുകൊണ്ട് എനിക്കെപ്പോൾ വേണമെങ്കിലും ചെയ്യാം. മറ്റുള്ള എല്ലാം തിരക്കുള്ള ആൾക്കാരല്ലേ, യൂണിറ്റ് വരെ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് പ്രൊഡ്യൂസറുള്ള കൂടെ വന്നിരുന്നു. പ്രൊഡ്യൂസർ ബെഗ്, സാർ എന്നെ സഹായിക്കും സാർ, എൻ്റെ ലൈഫാണ് സാർ, പ്ലീസ് സാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് ഇത്രയും പറയുമ്പോഴത്തേക്ക് ഏത് കല്ലും കനിയായി പോകുമെന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോവില്ലേ? ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസൊക്കെ പിന്നെ തിരിച്ച് തന്നാൽ മതി, നിങ്ങൾ നോക്കട്ടെ. അല്ല സാർ, എനിക്ക് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അഭിനയിക്കണമെങ്കിൽ അത് എന്നെ ഞങ്ങളുടെ നടക്കാതെ പോകും എന്നൊക്കെ പറഞ്ഞു. അതൊരു ഭയങ്കര ഇതല്ലേ. അത് ഭാഗ്യരാജനെപ്പോൾ ഒരു പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പ്രവീണയൊക്കെ മരിച്ചു പോയ ആണ്, അതിന് ശേഷമുള്ളതാണ്. തമിഴിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റാണ് ഭാഗ്യരാജ്. ഏതായാലും പിന്നീടുള്ള ചിന്ത ഇങ്ങനെ ആയപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ജയഭാദുരിയെ പോലെ ആ നടിയെ കിട്ടിയാൽ കൊള്ളാം. ജയഭാദുരി ഇപ്പോൾ അമിതാഭ് ബച്ചൻ്റെ വൈഫില്ലേ, സോഫ്റ്റ് ആണല്ലോ അവർ, അങ്ങനത്തെ ഒരു നടി, പഴയ നൂതൻ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പച്ചൻ സാറിൻ്റെ സുഹൃത്താണ് ക്യാപ്റ്റൻ രാജു. പുള്ളിക്ക് ഹിന്ദിയായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്യാപ്റ്റൻ രാജു ജഗൻ്റെ അപ്പച്ചൻ്റെ രക്തം എന്ന പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. ആ ഒരു ബന്ധം വെച്ചിട്ട് ക്യാപ്റ്റൻ രാജുവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ബോംബെയിൽ ഒരുപാട് സിനിമ ആൾക്കാരുടെ ബന്ധമുണ്ടല്ലോ, നമുക്കൊന്ന് ബോംബെ വരെ പോയിട്ട് ഈ സാജൻ പറയുന്ന ജയഭാദുരി ടൈപ്പ് ഒരാൾ വേണം, നമുക്കൊരു നോക്കാം. ഏതായാലും മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ ഒരു പക്ഷേ ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ പെട്ടെന്ന് വരില്ല. എന്താ വെച്ചാൽ ഈഗോ. ഞാനിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഒരു പടം, ഇപ്പം പൂർണിമ ജയറാമിനൊക്കെ ഇല്ലാതെ എന്നെ വിളിക്കാനാ എനിക്ക് എൻ്റെ തോന്നൽ. സ്വാഭാവികമായിട്ട് ഫീമെയിൽ ആർട്ടിസ്റ്റിനുണ്ടാവും, മെയിൽ ആർട്ടിസ്റ്റിന് അത്ര കുശുമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫീമെയിൽ ആർട്ടിസ്റ്റിന് തോന്നും, അപ്പോൾ ഞാൻ പടമില്ലായിരിക്കുന്ന ആളാണ് എന്ന് തോന്നും. അതുകൊണ്ട് അതിലേക്ക് പോകണ്ട എന്ന് കരുതി കുറച്ച് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ബോംബെ പോയിട്ട് ഏതാണ്ട് നമ്മുടെ രൂപങ്ങൾ വെച്ചിട്ട് 3-4 ഫോട്ടോ എല്ലാം തരപ്പെടുത്തി ഇങ്ങോട്ട് അയച്ചു. അന്ന് ഫാക്സാണ്. നോക്കിയപ്പോൾ ഈ കുട്ടി കൊള്ളാം, ഈ കാജൽ കിരണിൻ്റെ. അപ്പോൾ കാജൽ കിരൺ വണ്ണമുള്ളതൊന്നും നമുക്ക് തോന്നുന്നില്ല, നല്ല ഫേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാം. അങ്ങനെ കാജൽ കിരണിനെ ബുക്ക് ചെയ്ത് വന്നു. നല്ല മിടുക്കിയായിട്ട് നന്നായിട്ട് അഭിനയിച്ചത്. പക്ഷേ ഈ കാജൽ കിരൺ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചു, പിന്നെ അഭിനയിച്ചെങ്കിലും മോശം അനുഭവം മലയാള സിനിമയിൽ നിന്നുണ്ടായി എന്നുള്ളത് സത്യമല്ലേ? അത് പല തരത്തിലുള്ള ആൾക്കാരെ പല രീതിയിലല്ലേ. ഇപ്പോൾ നമ്മളോട് ഒരു ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ ക്ലോസായിട്ട് പെരുമാറുമ്പോൾ പുറമെ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ തോന്നും അതെന്തോ വലിയ അടുപ്പമറ്റാണ് എന്ന് തോന്നലുണ്ടാവാം. പിന്നെ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ചില ആൾക്കാർ ചില മോശമായി സംസാരിക്കുമ്പം അവർക്കറിയാം, ഒരു നോട്ടം കൊണ്ടൊരു സ്ത്രീ നോക്കിയാൽ അറിയാം എന്താണെന്നുള്ളത്, അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അപ്പോഴും ഒഴിഞ്ഞു പോയിക്കോളും.
പക്ഷെ കാജൽ കിരൺ അഭിനയിക്കാൻ വേണ്ടി ഈ വരുന്ന സമയത്തേക്ക് ആരാണ് നടൻ എന്ന് ചോദിച്ചിട്ട് പിന്നെ സിനിമ കാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അവരാദ്യം അഭിനയിക്കുന്നത് തന്നെ മമ്മൂട്ടിയോടൊപ്പം, പിന്നെ ഉയരങ്ങളിലെ മറ്റോ മോഹൻലാൽ, വലിയ വലിയ നടന്മാരോടെ അല്ലേ അഭിനയിച്ചു, പിന്നെ റഹ്മാൻ, പിന്നെ പിന്നീട് അവർ വലിയ നടന്മാരോട് അല്ലാതെയും. ഇപ്പം എനിക്കറിയാവുന്ന എന്താണ്, സംവിധാനം മാത്രമേ അറിയാവുള്ളൂ. പിന്നെ എന്നെ സംവിധായകനാകാനല്ല മോഹിച്ചത്, നടനാകാനായിരുന്നു മോഹിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ വലിയ നടനാകുമായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, അത് പറഞ്ഞുതരാം. നമുക്ക് സിനിമയിൽ നമുക്കൊരു പാഷൻ ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ കുടുംബത്തിൽ പലരും ഗൾഫിലൊക്കെയാണ് പോയത്. പണ്ട് ഞാനത്തെ വാചാലനാണ്. കോളേജ് പഠിക്കുമ്പോൾ തന്നെ സംസാരിക്കും, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കും. പിന്നെ ചെറിയ നാടകങ്ങൾ നമ്മളെ തട്ടിക്കൂട്ടി ആർട്സ് ക്ലബ്ബ് അങ്ങനെയൊക്കെ ചെയ്യും. വലിയ നടനായിട്ടൊന്നും ഒരാഗ്രഹം. അപ്പോൾ ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ അന്നേ ചെറിയ കലാപരിപാടികളൊക്കെ ഞങ്ങൾ നാട്ടിൽ തട്ടിക്കൂട്ടുമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് തുടർന്ന് പഠിച്ചൊരു ഡിഗ്രി എടുക്കണമെന്നോ, ഡിഗ്രി എടുത്തിട്ട് ഒരു ലെക്ചറാവണമെന്നോ, അല്ലെങ്കിൽ PSC ടെസ്റ്റ് ചെയ്തിട്ട് ഉദ്യോഗസ്ഥനാവണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം. പക്ഷേ ഞങ്ങളുടെ അഞ്ചലിൽ കരുവോൺ എന്ന് പറഞ്ഞൊരു കുഗ്രാമത്തിൽ അങ്ങനെ സിനിമയെ പറ്റി സങ്കല്പിക്കാനേ പറ്റില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഒരു പത്രത്തിൽ കട്ടിങ് കണ്ടത്, പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ബാംഗ്ലൂരാണ്, ഈ എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റ് കമ്പൻ റോഡിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ അതുകൊണ്ടായിരുന്നു. അത് ആഴ്ച തോറും മാസം തോറും റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് തന്നെ എയർഫോഴ്സ് തരണം, എനിക്ക് തുടർന്ന് പഠിക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ അഡ്രസ്സ് ഉണ്ടല്ലോ, സിനിമ പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്നുള്ളത്, അതുകൂടെ ക്ലബ്ബായിട്ട് ബാംഗ്ലൂർ പോയി. എയർഫോഴ്സിലോട്ട് സെലക്ഷൻ കിട്ടിയതുമില്ല. ഈ സിനിമാ കമ്പനി തട്ടിപ്പ് കമ്പനിയായിരുന്നു. ആ തട്ടിപ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ അന്ന് ജയനഗർ എന്ന സ്ഥലത്താണ്. ജയനഗർ എന്ന് വെച്ചാൽ ഇപ്പോഴും ഭയങ്കര സിറ്റി ആയിപ്പോയി. അന്ന് സഹാറ മരുഭൂമി പോലെ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മൈതാനമാണ്. അത് 69-ലാണ്, 1969. അപ്പോൾ അങ്ങനെ ഒരു പിന്നീട് എന്താ വെച്ചാൽ തിരിച്ച് നാട്ടിൽ പോയിട്ട് കോളേജ് പഠിക്കാൻ വയ്യ. എന്നാൽ പിന്നെ ബാംഗ്ലൂരിൽ ജോലിയായി ചെയ്ത് സാധാരണ ശമ്പളം കിട്ടി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പയ്യെന്നുള്ള ഒത്തിരി ചെറിയ പ്രായമായല്ലോ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാനായിട്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയത്തിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയച്ചു. അതിന് തുടക്കം അങ്ങനെ ആ ആപ്ലിക്കേഷൻ അയച്ചു. എനിക്ക് ലെറ്റർ വന്നു. ഞാൻ പോയപ്പോഴോ അവിടെ നിറയെ സൗത്ത് ഇന്ത്യയിലുള്ള അതാണ് ചിരഞ്ജീവിയും രജനീകാന്തും ശ്രീനിവാസ് ജൂനിയറാണ്, കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല 2 കൊല്ലം പഠിക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ 2 കൊല്ലം നിന്ന് പഠിച്ചിട്ട് എനിക്ക് അഭിനേതാവണ്ട. കാരണം 2 കുഴപ്പമുണ്ട്. ഒന്ന്, വീട്ടിൽ നിന്ന് പൈസ അയച്ചിട്ടില്ല, പിന്നെ കയ്യിലുള്ള പൈസ ഒന്നും 2 കൊല്ലത്തെ കയ്യില്ല. അതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ബാംഗ്ലൂർ പോയി. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് വെച്ചാൽ വന്നല്ലോ, മദ്രാസിലുള്ള സ്റ്റുഡിയോകളെല്ലാം പുറമെ, അകത്ത് ആരും കയറ്റി വിടില്ല. എല്ലാ സ്റ്റുഡിയോകളും ചുറ്റിക്കറങ്ങി കണ്ട് AVM, വാഹിനി, ശാരദ, ശ്യാമള, വാസു, പ്രസാദ് സ്റ്റുഡിയോ, അങ്ങനെ കുറേ സ്റ്റുഡിയോകൾ കുറേ ഉണ്ട്. അങ്ങനെ എല്ലാം ചുറ്റിക്കറങ്ങി എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂർ പോയെങ്കിലും മനസ്സിൽ ഇങ്ങനെ സിനിമ മാടി വിളിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സംവിധാനം ഒന്നും അറിയില്ല. കാരണം സംവിധാനമൊക്കെ പഠിക്കണമെങ്കിൽ ബുദ്ധി വേണ്ടേ? അതിനുള്ള അറിവൊന്നും നമുക്കില്ലല്ലോ. ഞാനിപ്പം തോന്നിച്ചാൽ ഈ അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലായി, പത്രക്കാരൻ്റെ അസിസ്റ്റൻ്റ് ആയല്ലോ, അങ്ങനെ കുറേ ബന്ധങ്ങളായി. അപ്പോൾ ഞാൻ ആലോചിച്ച്, പത്രക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ എത്ര കാലം ജേർണലിസം, അതും ജേർണലിസം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇനിയിപ്പം വല്ല അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാം. അപ്പോൾ കുറച്ച് ഗ്രാഹ്യം കിട്ടി. അസിസ്റ്റന്റ് ഡയറക്ടറാണ് പിന്നെ ഡയറക്ടർ ആയത്. ഒരു നായകനാകാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു. അതായത് ആ കാലത്ത് നസീർ സാറിൻ്റെ അനിയനുണ്ട് വിൻസെൻ്റ്, പിന്നെ സുധീർ, രാഘവൻ. ആ സമയത്തൊരു മെലിഞ്ഞ് ഉള്ള ഞാൻ ഏതെങ്കിലും ഒരു വേഷം കിട്ടിയ സിനിമയിൽ എന്നുള്ളതാണ്. അല്ലാതെ ഒരു നായക സങ്കല്പമൊന്നും നമുക്കില്ല. പക്ഷെ ഒരു സംവിധായകനായി ചക്കരയുമ്മ ചെയ്ത് അവിടുന്ന് 4 വർഷം ഹിറ്റുകളുടെ സംവിധായകനായി മാറിയ ഒരാളാണ് താങ്കൾ. പക്ഷെ അവിടെ നിന്നുണ്ടായ ഒരു ഹൈപ്പ് പിന്നെ എന്തുകൊണ്ടാണ് കിട്ടാതെ പോയതെന്ന് ആർക്കും ആരെയും സിനിമയിലൊന്നും മോശപ്പെടുത്താൻ പറ്റത്തില്ല. ഒരാൾ ഉയർന്നു നിൽക്കുന്ന ആളിന് എന്തെങ്കിലും രീതിയിൽ കുപ്രചരണം കൊണ്ടോ ക്ഷുദ്രം ചെയ്തിട്ടൊന്നും താക്കാനൊന്നും പറ്റില്ല. കഴിവിനനുസരിച്ച് നാം ഉയർന്നു പോകും. പിന്നെ ഏതൊരു സമയത്തും കാലാകാലങ്ങളിൽ
ഓരോരോ വലിയ വലിയ ഡയറക്ടർമാർ പിന്നീട് എടുക്കുമ്പോഴത്തേക്ക് നല്ല പടങ്ങളല്ലാതെ മാറുന്നത് കഴിഞ്ഞിട്ടാണോ? അപ്പോൾ അടുത്തൊരു തലമുറ ഉയർന്നു വരും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചില പടങ്ങൾ നമുക്ക് ഓടാതെ വരും. ഇപ്പോൾ എത്ര നിർമ്മാതാക്കൾ അനുഭവ സമ്പത്തുള്ള ജൂബിലി പിക്ചേഴ്സ്, ജയമാരതി പ്രൊഡക്ഷൻസ്, സെൻട്രൽ പിക്ചേഴ്സ്, പിന്നെ ജഗൻ പിക്ചേഴ്സ്, വിമല ഫിലിംസ്, അരോമ മൂവീസ്, ഇങ്ങനെ എത്ര വലിയ വലിയ കമ്പനികൾ അവർ പടങ്ങളെല്ലാം ഓടുന്നുണ്ടോ? കാരണം ഇത് നമുക്ക് വെച്ചാൽ പാഷനാണ് സിനിമ. എല്ലാ സിനിമയും ഓടണം എന്ന് കരുതിയിട്ട് തന്നെ എനിക്ക് നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതും എടുക്കുന്നതും. പക്ഷേ അങ്ങനെ ചില സബ്ജക്റ്റ് എല്ലാം ഒന്നും ഓടിക്കൊള്ളണമെന്നില്ല. അതിൽ ഏതൊരു ബിസിനസ്സിലായാലും. അതുപോലെ എൻ്റെ സിനിമ ചക്കരയുമ്മ, കൂട്ടിളങ്കിളി, ഒരു നോക്ക് കാണാൻ, തമ്മിൽ, സ്നേഹമുള്ള സിംഹം, കണ്ടു ഇത് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇതെല്ലാം നല്ല നല്ല ഓടിയ പടങ്ങളാണ്. ഇപ്പോൾ ഐശ്വര്യ ചോദിച്ച മാതിരി ഒരു ഇത്രയും ഹൈപ്പ് നിൽക്കുന്ന ആൾ എന്തുകൊണ്ട് പെട്ടെന്ന് ഡൗൺ ആയെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട്. എൻ്റെ പേര് സാജൻ എന്നാണല്ലോ. സാജൻ എന്ന പേരിൽ ഒരു നല്ല പ്രശസ്ത നിർമ്മാതാവുണ്ട്, സാജൻ വർഗീസ്. അദ്ദേഹമായിരുന്നു കുറച്ച് നാൾ നമ്മളെ തിരുവനന്തപുരത്ത് ലൂസിയ ഹോട്ടലൊക്കെ നടത്തിയിരുന്നത്. അത് നല്ലൊരു നിർമ്മാതാവാണ്. അദ്ദേഹമാണ് ഇപ്പോൾ എറണാകുളത്ത് ഫ്ലൈറ്റ് കിച്ചൺ, സാജ് കിച്ചൺ സർവീസൊക്കെ ചെയ്യുന്ന വലിയ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ പടമാണ് ആവനാഴി, മുഹൂർത്തം 11:30, പിന്നെ കടത്തനാട് അമ്പാടി. അദ്ദേഹത്തിന് ഈ ഓറിയൻ്റൽ ഫിനാൻസ് എന്നൊരു ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു. നല്ല പലിശകളൊക്കെ കൊടുക്കുന്ന ഒരു നല്ലൊരു നിർമ്മാതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിട്ടി കമ്പനിയിൽ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം, സ്റ്റാഫിൻ്റെ കുഴപ്പം കൊണ്ടോ എന്തോ, അദ്ദേഹത്തിൻ്റെ ചിട്ടി കമ്പനി തകർന്നു. ആ തകർന്നപ്പോൾ അദ്ദേഹം അറസ്റ്റിലായി. അപ്പോൾ സാജൻ എന്നാണ് പുള്ളിയുടെ പേര്. എൻ്റെ പേരും സാജനാണ്. ഇപ്പോഴും പലർക്കും ധാരണ നിർമ്മാതാവും സംവിധായകനും തമ്മിൽ തിരിച്ചറിയാത്ത ആൾക്കാർ പലരും ഉണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സമയത്താണ് എൻ്റെ എന്ന് നാഥൻ്റെ നെമ്മി എന്ന പടം റിലീസ് ചെയ്യുന്നത്. അതിൽ റഹ്മാനുണ്ട്, മമ്മൂട്ടിയുണ്ട്. അപ്പോൾ ആ പടം ഞങ്ങൾ ഞാനും നിർമ്മാതാവും കൂടി എറണാകുളം സരിത തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണാൻ കയറിയത്. ആ സമയത്ത് സംവിധായകൻ സാജൻ എഴുതി കാണിക്കുമ്പം ഭയങ്കര കൂവലായിരുന്നു കേട്ടോ. അത് നമുക്ക് കൂവെന്ന് വെച്ചാൽ ഭയങ്കര കൂവലായിരുന്നു കേട്ടോ. ഞാൻ തന്നെ അതിശയിച്ചു, എന്ത് പറ്റും, അത്ര പടം തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് ചിട്ടിക്കമ്പനിയിൽ പണം നിക്ഷേപിച്ചവർക്ക് എന്തോ പറ്റിച്ചു എന്ന് പറഞ്ഞും കൊണ്ട് ഒരു പേപ്പറിലൊക്കെ പരസ്യം വന്നു. അപ്പോൾ ആ സാധനമാണ് ഞാൻ. അദ്ദേഹം നിരപരാധിയാണോ ഇല്ലേ എന്നുള്ള വാർത്തകളൊക്കെ പിന്നീടല്ലേ വരുന്നത്. ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു ഉണ്ടല്ലോ, ആ സാധനമാണിത്. പക്ഷേ അദ്ദേഹം ഇപ്പം നല്ല ശക്തിയോടുകൂടി നല്ല രീതിയിൽ ഇപ്പം ബിസിനസ് നടത്തുന്നു. പക്ഷെ മോഹൻലാലുമായി എന്തെങ്കിലും പ്രശ്നം? അതൊരു നിസ്സാര സംഭവമാണത്. മോഹൻലാലിൻ്റെ പിണക്കമൊന്നുമല്ല. എൻ്റെ ഗീതം എന്ന പടത്തിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. അതൊരു വലിയ സീനാണത്. 3-4 സീനേ ഉള്ളതിൽ. അതിൽ സംഭവം എന്ന് വെച്ചാൽ, ഒരു മോഹൻലാലിൻ്റെ കുട്ടിയെ മമ്മൂട്ടി എന്ന കഥാപാത്രമാണ് എടുത്ത് വളർത്തുന്നത്. അപ്പോൾ മമ്മൂട്ടി സ്വന്തം മോനെ പോലെ വളർത്തണം. ഗീത ഡബിൾ റോളാണ്. അപ്പം മമ്മൂട്ടി തന്നെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ യതീന്ദ്രൻ എന്ന കഥാപാത്രം ഇപ്പോൾ നാടകത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഒരു കുട്ടിയെ എടുത്ത് വളർത്തുന്നത് ഒത്തിരി പേരുള്ള ഒരു ആളിൻ്റെ കുട്ടിയായിട്ടുള്ള ആളിൻ്റെ നടനായിട്ടുള്ള അഭിനയിക്കുന്ന ആളിൻ്റെ കുട്ടിയാണെങ്കിൽ ഒന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നതിലൊരു അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, സെഞ്ചുറി കൊച്ചുമോൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ സുഹൃത്തും കൂടെയാണ് ഈ നമ്മുടെ മോഹൻലാലും. അത് കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി മമ്മൂട്ടിയുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമുക്ക് മോഹൻലാലിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ. അപ്പോൾ സ്വാമി പറഞ്ഞിടാ, 4 സീനിലൊക്കെ മോഹൻലാൽ, ഞാൻ സ്വാമി ഇത് വലിയ റോളല്ലേ 4 സീനെങ്കിലും. അത് മാത്രമല്ല മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഒരു ഈക്വലി നല്ലൊരു വലിയ ആർട്ടിസ്റ്റിൻ്റെ അഭിനയിക്കുന്ന ആളിൻ്റെ കുട്ടിയായിട്ടാണെങ്കിൽ ശരിയാണ് മമ്മൂട്ടിയുടെ സജഷൻ. അങ്ങനെ ഞങ്ങൾ മമ്മൂട്ടി കോട്ടയത്ത് പോയി ലാലിനോട് പറഞ്ഞു. ലാലിന് ഇഷ്ടമായി. അങ്ങനെ അതായത് അദ്ദേഹം അവസാനം സമ്പത്തില്ലാത്ത കാലത്ത് ഈ കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അമേരിക്കയിലൊക്കെ പോയി പണം കൊണ്ടായി സ്വന്തം മോനെ തിരിച്ചു ചോദിക്കാൻ വരികയാണ്. മമ്മൂട്ടി കൊടുക്കില്ല. എന്ത് ന്യായമുള്ളത്? സ്വന്തം കുട്ടിയെ ചോദിച്ചാൽ കൊടുക്കാത്തത് ന്യായം. ഇനി അടുത്ത് മമ്മൂട്ടിയുടെ ഭാഗത്ത് ചോദിക്കണമെങ്കിൽ ഇവനെന്ത് അധികാരം എൻ്റെ ഈ കുട്ടിയെ തിരിച്ചു ചോദിക്കാൻ? അന്ന് ഒന്നുമില്ലാത്ത സമയത്ത് ഒരു പെണ്ണിനെ പഠിപ്പിച്ചിട്ട് ഈ കൊച്ചിനെ കളഞ്ഞിട്ട് പോയ അവനെ നോക്കി ഞാനല്ലേ, ഇപ്പം എൻ്റെ കുട്ടിയെ പോലെ അവനെ കൊടുക്കില്ല. അപ്പോഴേ 2 ഈക്വലി വെയിറ്റുള്ള 2 കഥാപാത്രങ്ങളാണ്. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. പോകാൻ നേരത്ത് മോഹൻലാൽ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട് പറയും, അത് ദേഷ്യം കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല മൂഡ്, നല്ല ഒക്കേഷനിൽ വന്ന് കഴിക്കാൻ പറയും.
അപ്പോൾ മമ്മൂട്ടി എറിഞ്ഞ് ഉടയ്ക്കണം. അപ്പോൾ എന്താ വെച്ചാൽ കോട്ടയത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് മോഹൻലാൽ ഇവിടെ എറണാകുളത്ത് അഭിനയിക്കാൻ വരുന്നത്. മമ്മൂട്ടി പനമ്പള്ളി നഗരം വന്നാൽ മതി. ഇത് 60-65 ഷോട്ടുകളുള്ള സീനാണിത്, നല്ല സീനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ എല്ലാ സീനും കമ്പൈൻ വേണ്ടല്ലോ, ഒരു 4-5 മിഡ് ഷോട്ട് മതിയല്ലോ, അത് മാത്രം മതി. അപ്പോൾ അതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും കൂടെയുള്ള ഒരു മിഡ് ഷോട്ട് 4 മതി എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മോഹൻലാലിന് വരുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ക്ലോസപ്സ് ഒക്കെ എടുക്കും. പിന്നെ കുറേ സജഷൻ ഷോട്ടുണ്ട്, സജഷൻ ഷോട്ടെന്നൊക്കെ അറിയാമല്ലോ. പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു 10 ഷോട്ട് മതി, 60-70 ഷോട്ടിൽ ഒരു 10 ഷോട്ട് മതി ഇങ്ങനെ നമ്മൾ അടുത്ത് ഉള്ളെന്നുള്ളത്. അപ്പം ഈ കുപ്പിയൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് മമ്മൂട്ടി ഉള്ളപ്പോഴല്ല ഞാൻ എടുത്ത് വെച്ചിരുന്നത് ആ മേശപ്പുറത്ത്. അത് നമ്മൾ ക്യാമറ പകുതി വെച്ചിട്ട് ആളുള്ള രീതിയിൽ നമ്മൾ വയ്ക്കും. അങ്ങനെ മമ്മൂട്ടി ഷോട്ട് എടുക്കുമ്പോൾ മമ്മൂട്ടി ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംഭവമാണ്. ഞാൻ പറഞ്ഞ അത് ഇങ്ങനെ ഒരു നല്ല ഒക്കേഷനിൽ ഉപയോഗിക്കാമെന്നോട്ട്. എന്തിന്? അത് വേണ്ട. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് അവസാനം ഞാൻ എറിഞ്ഞ് ഉടയ്ക്കുമ്പോൾ മമ്മൂട്ടി അവൻ തിരിഞ്ഞു നോക്കിയിട്ട് നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് എന്തായാലും ആ ഒറ്റ ഷോട്ട് മതിയല്ലോ. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ലാൽ ഡേറ്റ് തന്നത്. നല്ല സംഭവം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മമ്മൂട്ടി വെറുപ്പിച്ചിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ലാലിനെ വെറുപ്പിക്കാൻ പറ്റില്ല. ലാൽ അഭിനയിച്ചിട്ട് പോയി. അപ്പോൾ പിന്നെന്ത് ചെയ്ത് അത് ആ കുപ്പിയെ കടന്ന് മാറ്റി. അത് നമ്മൾ എഡിറ്റിങ്ങിൽ വേണ്ടല്ലോ, നമ്മളറിയാമല്ല, കുഴപ്പമില്ല മമ്മൂട്ടി പറഞ്ഞു. ഡബ്ബിങ് സമയത്ത് ലാൽ ചോദിച്ചു, അല്ല ആ കുപ്പി എടുത്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറയുന്നതൊക്കെ ആ ഷോട്ടൊക്കെ എവിടെ? എനിക്കിത് മുഴുവൻ പറയാൻ പറ്റുമോ? ഞാൻ ധർമ്മസങ്കടത്തിലായിപ്പോയി. ഞാൻ പറഞ്ഞു അതില്ല. അപ്പോൾ മമ്മൂട്ടിക്കും അപ്പം മോഹൻലാലിന് മനസ്സിലായി. ഓ ശരി, ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ചുരുക്കം പറഞ്ഞാൽ എനിക്ക് മമ്മൂട്ടിയും ഇല്ല മോഹൻലാലും ഇല്ലാതായിപ്പോയി. ഒടുവിൽ പടം ഡബ്ബിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ലാലൊരു വാക്ക് പറഞ്ഞിട്ട് പോയി. പിന്നീട് ലാൽ മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇത് ഞാൻ മമ്മൂട്ടി പറയാൻ പറ്റുമോ? സ്വാമിയെടുത്ത് പറഞ്ഞു ഞാൻ. അപ്പോൾ സ്വാമി പറഞ്ഞാൽ കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ എൻ്റെ? അതായത് കരിയറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ലാലിനെ പിന്നെ 1-2 പടത്തിലേക്ക് ഞാൻ വിളിച്ചിട്ട് ലാൽ ഡേറ്റൊന്നും ഇല്ല. ലാൽ പറയുന്ന ഒരു പ്രത്യേക രീതിയിലേ പറയുള്ളൂ. എനിക്കിപ്പോൾ ആ വർക്കുണ്ട് ഈ വർക്കുണ്ട്. അപ്പോൾ നമുക്കറിയാം അന്ന് പറഞ്ഞിട്ട് അതറിയാം പുള്ളിക്കാരൻ. ഇനിയിപ്പോൾ ചെയ്ത് വിടാമെന്നില്ല. പിന്നെ മമ്മൂട്ടി എന്നോടൊപ്പം പിന്നീട് എന്നോട് എത്ര സിനിമയിൽ അഭിനയിച്ചു. ലാലിന് വിഷമമുണ്ടായിട്ടുണ്ടാവും. കാരണം ഇത്രയും രാവിലെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്ന് അഭിനയിച്ചിട്ട് ഇങ്ങനെ നല്ല തിയേറ്ററിൽ നിന്ന് കയ്യടി കിട്ടേണ്ട ഒരു സംഭവത്തിന് ഡയറക്ടർ വെട്ടിമാറ്റി എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണ് വിഷമം തോന്നാം. പക്ഷേ ഇപ്പോൾ പിന്നീട് എൻ്റെ ഈ ഞാനിതൊക്കെ വ്യക്തമായിട്ട് എഴുതി. പിന്നീട് എത്ര പ്രാവശ്യം ലാലിനെ കണ്ടു. എൻ്റെ ഏറ്റവും ചോദിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതൊരു പിണക്കായിട്ടല്ല, എങ്കിലും ആ സമയത്ത് ഇത്തിരി വിഷമമുണ്ടായ കാര്യങ്ങളാണ്. പക്ഷേ ലാൽ സാറിനെയും അതുപോലെ മാളച്ചേനെയൊക്കെ വെച്ച് പാട്ട് പാടിച്ചിട്ടും ഉള്ളത് ഈ പറഞ്ഞതുപോലെ അത് കാരണം വെച്ചാൽ ഞാൻ KN ശശിധരൻ്റെ അക്കരെ എന്നൊരു പടം ഗുരുവായൂരെടുക്കുകയാണ്. അപ്പോൾ ആ അക്കരെ എന്ന സിനിമയിൽ ഭരത് ഗോപിയാണ് മെയിൻ, മാധവിയൊക്കെ ഉണ്ട്, അതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, നെടുമുടി വേണുണ്ട്, ശ്രീനിവാസനുണ്ട്, ഇങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിലാണ് ലിബ്ര ഹോട്ടൽ, ഇപ്പോൾ അയോധ്യ എന്നാണ് എൻ്റെ പേര്, വലിയ ഹോട്ടലാണ്. അപ്പോൾ മമ്മൂട്ടിക്കും മാധവിക്കും ഭരത് ഗോപിക്കും മോഹൻലാലിനൊക്കെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ആണ് അവർക്ക് അക്കോമഡേഷൻ. നമുക്ക് ഈ പടിഞ്ഞാറ് നടയിൽ സാധാരണ മീഡിയം ഹോട്ടൽ, ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർക്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. മറ്റേ ചീഫ് ടെക്നീഷ്യൻസിന് വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടാവും, അങ്ങനെ വേണമല്ലോ. അപ്പോൾ മോഹൻലാൽ എന്തെന്ന് വെച്ചാൽ മോഹൻലാൽ ഈ കൂടെ ആൾക്കാർ വേണം. മോഹൻലാലിന് തമാശയൊക്കെ ഒരു ജോവിയൽ ടൈപ്പാണ്. പുള്ളി ഇപ്പോഴും ഒരു സിനിമ നടനാണെന്ന് പുള്ളിക്ക് തോന്നിയിട്ടില്ല. അങ്ങനത്തെ ആളാണ് മോഹൻലാൽ. പുള്ളിയുടെ കളിച്ച് വിന്തിരിച്ചിരിക്കും, ക്യാമറാമാൻ്റെ കൂടെ പോയിട്ട് നോണ്ടി കണ്ണുപത്തി കളിക്കില്ലേ, ആ ടൈപ്പാണ് മോഹൻലാൽ. അപ്പം മോഹൻലാലിന് ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയില്ല. എൻ്റെ റൂമിൻ്റെ അടുത്ത റൂം ഉണ്ടായിരുന്നു റൂം. എന്നിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് മേശപ്പുറത്ത് കൊട്ടിപ്പാടുമ്പോൾ പുള്ളി പാട്ടൊക്കെ പാടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേ എന്തെങ്കിലും ഒരു സമയത്ത് ഞാൻ ഡയറക്ടറാവും, അന്ന് ഞാൻ തന്നെ കൊണ്ട് പാടിക്കും അപ്പം ഒന്ന് പോകണ എന്നൊക്കെ പറയും പുള്ളിങ്ങനെ. അപ്പോൾ ഞാൻ നോക്കിയതാണോ, ഞാൻ എന്തെങ്കിലും ഡയറക്ടറാവും, അന്ന് പാടാൻ വിളിച്ചാൽ വിടുമോ? പിന്നെന്ത് എന്നൊക്കെ പറയും. അതുപോലെ മാളച്ചേട്ടൻ നല്ല തബലിസ്റ്റാണ് മാളച്ചേട്ടനെ. അപ്പോൾ എന്നോട് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് സ്വാമീസ് ലോഡ്ജിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് തോന്നി,
കണ്ടിരുന്ന പടത്തിൽ ഇവർ രണ്ടുപേരും അടിച്ച് ഫിറ്റായിട്ട് പാലക്കാട്ടെ ഷൂട്ടിങ് നല്ലൊരു കോമഡി പാട്ട് വെച്ചാൽ എന്താ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാനിങ്ങനെ വിജയ മൂവീസ് പ്രൊഡ്യൂസേഴ്സിനടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ലൊരു സ്കോപ്പുണ്ട്, ഇവർ രണ്ടും അടിച്ച് കോണായിട്ട് കിടന്നിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ട് കള്ള് ഷാപ്പൊക്കെ കിടന്നിട്ട് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ പാടാതെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് ചുനക്കര പാട്ട് എഴുതിയ ശേഷമാണ് ശ്യാംജി മ്യൂസിക് ചെയ്ത് നീ എറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് സ്വർഗത്തിലെ ആ പാട്ട് എടുത്തപ്പോൾ പിന്നെയാണ് ആലോചിക്കുന്നത് എങ്ങനെ എടുക്കും. അത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് രാമാനന്ദ സാഗറിൻ്റെ രാമായണം അതിന് മുമ്പുള്ള രാമായണം ചെയ്തതാണ് ഇദ്ദേഹം രവികാന്ത് നിഹച്ച് എന്നാണ് ആ ഫോട്ടോഗ്രാഫറുടെ പേര്. അപ്പോൾ അതിന് മുമ്പോ മറ്റോ ആണ് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ഈ രാമായണം കണ്ട ശേഷമല്ല, അതിന് മുമ്പ് ഈ സ്വർഗത്തിലേക്ക് പോകുന്നതും ഒക്കെ സംഭവങ്ങളൊക്കെ ക്യാമറമാൻ കൊണ്ട് സാധിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനേതാ ഉദാഹരണം വെച്ചാൽ പണ്ട് ഞാൻ ചോറ്റാനിക്കരമ്മ പടം മെല്ലാണ്ട് ചെയ്തപ്പോഴത്തേക്ക് ദേവനും ദേവിയും കൂടെ പ്രത്യക്ഷപ്പെട്ട് വരുന്ന പോലെ ആകാശത്തോടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടൊക്കെ ഇവിടെ ഈ മെല്ലാണ്ട് സ്റ്റുഡിയോയിൽ പിക്ചറൈസ് ചെയ്തു. അപ്പോഴും നമ്മൾക്ക് മനസ്സിലായി, നമ്മൾ കണ്ടു പഠിക്കാനുള്ളതല്ല, ഓ ഇങ്ങനെയാണല്ലേ അങ്ങനെ ആകാശത്ത് നിന്ന് ദേവനും ദേവിയൊക്കെ ഇറങ്ങി വരുന്നത്. അന്ന് ഈ വെറുതെ ഈ ഗ്രാഫിക്സും ഇതൊന്നുമില്ല, അന്ന് ക്യാമറാമാരെ കഴിവാണ് അതൊക്കെ. അങ്ങനെ ഫ്ലോറിൽ നല്ല കറുത്ത കാർപ്പറ്റ് വിരിച്ചിട്ട് ടിൽ ഡൗൺ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ. അതുപോലെ പഴയ കുട്ടിച്ചാത്തലിലും അച്ഛൻ്റെ മുകളിൽ കൂടെയൊക്കെ വെട്ടുപുരുഷൻ ഈ നവോദയ കുട്ടിച്ചാത്തനല്ല അങ്ങനെ നടക്കുന്നതും സെറ്റ് തിരിച്ചിടും, ഫാനൊക്കെ തിരിച്ച് വെച്ചിട്ട് അതൊക്കെ നമ്മൾ കണ്ടു പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഇതെന്താ എടുക്കണം. അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് മുഖാന്തരം രവികാന്ത് നിഹാച്ചി അദ്ദേഹത്തെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അദ്ദേഹം മദ്രാസിൽ വന്നു, ഞാനിവിടെ സംസാരിച്ചിട്ട് അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെ വേണം, ക്ലൗഡ് വേണം, പിന്നെ അന്ന് ഈ ഗ്രാഫിക്സ് ഇല്ല, നമ്മളത് ഡ്രൈ ഐസ് എന്ന് പറയും. ഡ്രൈ ഐസ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ കുമിഞ്ചാനൊക്കെ ഇട്ടില്ലേ, അതൊരു സാധനത്തിൽ മദ്രാസ് 800 കിട്ടും, ഐസാണ്. അത് ആ ചിമിഴിലിട്ടിട്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ പുകഞ്ഞിന് ഡ്രൈ ഐസ് എന്നാണ് പറയുക. നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈ പൊള്ളിപ്പോവും. ഐസ് മൈനസ് എത്രയോ ആണ്. അത് നമ്മുടെ 800 എന്ന സ്ഥലത്ത് കിട്ടും മദ്രാസിൽ. അന്നത്തെ കാലത്ത് നമ്മൾ കൈലാസവും കാണിക്കുമ്പോഴെല്ലാം ഈ സെറ്റിട്ടിട്ട് ഈ ഡ്രൈ ഐസിൻ്റെ അവിടെ വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങനെ പുക. ഇപ്പം നമ്മൾ ഗ്രാഫിക്സ് ചെയ്യാമല്ലോ, അന്ന് കറക്റ്റായിട്ട് ചെയ്തതാണ്. ഇങ്ങനെ നല്ല പുക മുകളിലോട്ടല്ല പോകുന്നത്, നല്ല രസമാണ്. സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പത്രങ്ങളിൽ പരസ്യം കൊടുക്കലായിരുന്നു. അങ്ങനെയാണ് പ്രേക്ഷകർ അറിഞ്ഞിരുന്നത്. ഒരു PR വർക്ക് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലാണ് PR വർക്കുകൾ നടക്കുന്നത്. പത്രത്തിൽ കൊടുക്കുന്നതല്ലാതെ വിവാദങ്ങൾ ഉണ്ടാവുക, അങ്ങനെ തോന്നിയിട്ടുണ്ടോ സാറിന്? വിവാദങ്ങൾ ഉണ്ടാവണം, ഉണ്ടായാലല്ലേ പത്രത്തിൽ അറിയുള്ളൂ. ഇപ്പോൾ തന്നെ എമ്പുരാൻ എന്നൊരു സിനിമ എന്ത് ഭഗീരഥ പ്രയത്നം കൊണ്ടാണ് ആ പടം എടുത്തതെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിൽ പ്രീ പബ്ലിസിറ്റി ഒരുപാടുണ്ടായി, അത് ഉണ്ടാവണം. അത് നിർമ്മാതാക്കളിപ്പം പല സിനിമകൾ വന്നിട്ടും എല്ലാം നഷ്ടത്തിലാണ്. 12 സിനിമ വന്ന് ഒരു സിനിമ ഓടിയിട്ടുള്ളൂ എന്നൊക്കെ സുരേഷ് കുമാർ പറഞ്ഞു, സത്യമാണത്. പിന്നെ എമ്പുരാൻ ഇത്ര കോടികൾ കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു, അത് സുരേഷ് സാറ് പറയുന്നത് ശരിയല്ല, എൻ്റെ പടത്തിന് എത്ര ആയെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ശരിയാണ്, അതിന് സുരേഷ് കുമാർ മാപ്പം പറഞ്ഞു. പക്ഷേ എന്തൊരു സാധനത്തിനും പരസ്യം വേണം. ഇപ്പോൾ എമ്പുരാൻ്റെ വിവാദം ശരിക്കും അവർ തന്നെ ഉണ്ടാക്കിയൊരു വിവാദമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതെനിക്ക് പറയാൻ പറ്റില്ല. അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എമ്പുരാൻ എന്നൊരു സിനിമ ജനങ്ങൾ കാണാൻ വേണ്ടി കാത്തിരുന്നൊരു സിനിമയാണ്. അതിൽ യാതൊരു സംശയം. ലൂസിഫറിൻ്റെ 2ാം ഭാഗം, മോഹൻലാലിൻ്റെ പടം, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പടം, പൃഥ്വിരാജിൻ്റെ സംവിധാനം. പൃഥ്വിരാജിൻ്റെ സംവിധാനം കഴിഞ്ഞ 2 പടം സൂപ്പർ പടങ്ങളായിരുന്നു ഇല്ലേ? ലൂസിഫറും അതെ, പിന്നെ ബ്രോഡാഡിയോ, 2 ഉഗ്രം പടങ്ങളായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്ക് ചോദിക്കുകയാണ്, ഈ പൃഥ്വിരാജിന് ചുമ്മാ ഇരുന്നാലുണ്ടല്ലോ ഈ സംവിധാനം ചെയ്യാതെ എത്ര കോടികളെ പുള്ളിക്കാരൻ്റെ ബാങ്കിൽ വരുമായിരുന്നു. അഭിനയം മാത്രം ഒരു വർഷം 5 പടം അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ എത്ര കോടികളെന്ന് പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനുള്ളൊരു ഒരു പാഷൻ ഒരു സംവിധായകനാണ്. ഈ സംവിധാനം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേകിച്ച് ഇപ്പം ഒരു അമ്മ 10 മാസം കുഞ്ഞിനെ വയറ്റിയിട്ട് കഷ്ടപ്പെട്ടിട്ട് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പം ആ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷമാണ്. ഒരു സംവിധായകന് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പടം എടുത്ത് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഓടിയാലും ശരി ഓടിയില്ലെങ്കിലും ശരി അതിൻ്റെ ഒരു നിർവൃതി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജ് ഒന്നും വിഷമിക്കും, സുഖമായിട്ട് 2 ഷോട്ടും കഴിഞ്ഞ് കാരമല്ലിൽ കയറിയിരിക്കാം, അടുത്ത ഷോട്ടിൽ വരാം,
ഒരു ദിവസം ഒരു സീൻ ഫുള്ളായിട്ട് പോലും അഭിനയിക്കേണ്ട കോടികൾ പുള്ളിക്കാരൻ്റെ ബാങ്കിൽ വരില്ലേ. ഈ കഷ്ടപ്പെട്ട് ഇറാഖിലും ലണ്ടനിലും കാലിഫോർണിയയിലും മറ്റിടത്തും ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ മുഴുവൻ പോയി ഉള്ള വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് 2-3 വർഷം കളഞ്ഞ് പടം വേറെ അഭിനയിക്കാതെ അപ്പോൾ എന്താണ് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് വേറെയാണ്. ഏതായാലും സാറിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ സംസാരിച്ചെത്തി നിൽക്കുന്നത് ഇന്ന് സിനിമയുടെ ഒരു അവസ്ഥയും സാഹചര്യത്തെ പറ്റിയുമാണ്. ഏതായാലും വളരെയധികം നന്ദി സാർ, സാറിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിന്. ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കി തന്ന ഐശ്വര്യയ്ക്കും ഈ ചാനലിനും എൻ്റെ നന്ദി, സ്നേഹം, കടപ്പാട് ഒക്കെ ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.